ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ പഴയ യൂട്യൂബ് ചാനലിൽ നമ്മൾ സ്കാമിനെ കുറിച്ചിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴയ ചാനൽ നഷ്ടപ്പെട്ട കാരണം കൊണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര സ്കാമിൽ പെട്ടിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇരിക്കുന്ന കുറേ വ്യക്തികളും പിന്നെ അതേപോലെ തന്നെ ഇത് സ്കാമാണോ അല്ലയെന്ന് തിരിച്ചറിയാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മളൊന്ന് പലതരം എല്ലാ സ്കാമിനെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സ്കാമിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകണമെങ്കിൽ വേണ്ടി ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ആ സ്കാമിൻ്റെയും തുടക്കം ഒരു മെസ്സേജാണ്. ഞങ്ങൾ വലിയൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാർട്ട് ടൈമായിട്ട് 6000 മുതൽ 10,000 രൂപ വരെയൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും സ്കാമിൻ്റെ തുടക്കം. അപ്പോൾ പല ആൾക്കാർക്കും പൈസയ്ക്ക് ആവശ്യമുള്ളത് കാരണം കൊണ്ട് ഇത്തരം മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ വേഗം യെസ് എന്ന് പറയും. അപ്പോൾ ഒരു ഡെമോ ആയിട്ടൊരു ടാസ്ക് തരും. അപ്പോൾ ആ ടാസ്ക് പലതരമാണ്. ചില ആൾക്കാർക്ക് യൂട്യൂബിൽ വീഡിയോ ലൈക്ക് അടിച്ചിട്ട് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ മാപ്പിൽ ഫേപ്പിൽ നമ്മളടക്കം കാണാതെ പോയ ഏതെങ്കിലും സ്ഥലത്തിൽ റിവ്യൂ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാനായിരിക്കും, ഇല്ലെങ്കിൽ പല ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ റിവ്യൂ ചെയ്യാനായിരിക്കും. അങ്ങനെ പലതരം ടാസ്കുകൾ അവർ തരും, ഡെമോ ടാസ്ക് എന്ന പേരിൽ. നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഐ ഡിയും അതേപോലെ തന്നെ ടെലിഗ്രാമിൻ്റെ ഒരു ലിങ്കും തരും. നമ്മളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ അവർക്ക് പോയി ഒരു പേയ്മെൻറ്റിൻ്റെ ഐ ഡി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ബാങ്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കും. അതായത് നെയിം, IFSC കോഡ്, അതേപോലെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ ചിലപ്പോൾ UPI ID ചോദിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ ഡെമോ ടാസ്കിൽ എത്ര രൂപ എമൗണ്ട് ആണോ പറഞ്ഞിരിക്കുന്നത് ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വിത്തിൻ 2 മിനിറ്റ് 3 മിനിറ്റിനുള്ളിൽ ക്രെഡിറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡെയിലി 10 മുതൽ 20 ടാസ്ക് വരെ നിങ്ങൾക്കുണ്ട്. അതിന് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഏർണിങ്സൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഓക്കെ ഡൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഗ്രൂപ്പിലേക്ക് അവർ ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ ടാസ്കുകൾ ഓരോന്ന് തരും. ഇതേമാതിരി നമ്മൾ ആദ്യം ഡെമോ ടാസ്ക് എന്താണോ ചെയ്തത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാസ്കുകൾ, ഒരു ടാസ്ക് 2 ടാസ്ക് ചെയ്തിട്ട് അവർക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എമൗണ്ട് അപ്പോൾ തന്നെ എല്ലാ ടാസ്കിൻ്റെയും കൂടിയുള്ള എമൗണ്ട് അവിടെ പറയും. എല്ലാം കഴിഞ്ഞ് ഒരു 3, 4, 5, 6 ടാസ്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലിസ്റ്റ് അങ്ങോട്ട് തരും. അതായത് പെയ്ഡ് ടാസ്ക്കാണ്. ആ ലിസ്റ്റിൽ 1000 മുതൽ 5000 വരെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എമൗണ്ടിൻ്റെ ഒരു വേരിയേഷൻസ് ഒക്കെ അവിടെ വരും. 3000 രൂപ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ 3800, 4000 റുപ്യൊക്കെ കിട്ടും എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പുതിയ വരുന്ന വ്യക്തികൾക്ക് 1000 രൂപയുടേക്കും ബേസ് ആയിട്ടുള്ള ബിഗിനേഴ്സ് ഒരു ടാസ്ക്. അപ്പോൾ നമ്മൾ ആ പേ ടാസ്ക് ചെയ്യണം. ഈ എത്ര ടാസ്ക്കാണോ അവർ പറയുന്നത് അതിലൊരു 4 ടാസ്ക് പേ ടാസ്കിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യണം. ഇല്ല പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ കമ്മിയാവും എന്ന് അവർ പറയും. അപ്പോൾ ചില ആൾക്കാരൊക്കെ 1000 രൂപ നിക്ഷേപിച്ച് ചെയ്യുമ്പോൾ അവർ ഈ 1000 രൂപ നമ്മൾ നിക്ഷേപിക്കാൻ വേറൊരു ആളുടെ സഹായത്തോടെയാണ് നിക്ഷേപിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ട്രെയിൻ ചെയ്യാൻ വേറൊരു അക്കൗണ്ട് ഉണ്ട്. അവർ പറയുന്നത് പോലെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ പൈസ നിക്ഷേപിക്കുന്ന ഒന്നല്ലെങ്കിൽ ബിറ്റ്കോയിൻ പോലത്തുള്ള ലീഫിനെടുത്ത കുറേ സൈറ്റുകളുണ്ടാവും. അതിൽ അവരൊരു ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഇമെയിൽ ID അല്ലെങ്കിൽ നമ്പറോ ഉപയോഗിച്ചിട്ട് അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് ഈ പൈസ അവർ ഇടാൻ പറയുന്നത്. ഇപ്പോൾ മാക്സിമം എല്ലാം കൂടുതൽ ഈ ഒരു ടെലിഗ്രാം സ്കാമിൽ വരുന്നത് ബിറ്റ്കോയിൻ ആയിരിക്കും. അതായത് ബൈനറി ട്രേഡിംഗ് ആയിരിക്കും. ഒരു 3 മിനിറ്റിന് അപ്പ് കൊടുക്കാൻ പറയും. ആ അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയാണോ പറയുന്നത് അത് റെഡിയാവും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻസ് മറിച്ചതൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു ടാസ്ക് കൂടി ഉണ്ടെന്ന് പറയും. അപ്പോൾ ആദ്യത്തെ ബിഗിനേഴ്സിൻ്റെ ടാസ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അവർ തന്നെ 600 രൂപ തന്നിട്ട് അവർ തന്നെ നമ്മളെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കും. ആ എല്ലാ എമൗണ്ടും നമ്മുടെ വിത്തിൻ സെക്കൻഡിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരും. ഇത് കഴിഞ്ഞാൽ വീണ്ടും ടാസ്ക് തുടരുന്നു. വീണ്ടും ഒരു പേ ടാസ്ക് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറയും. അതിൽ 1000 രൂപയുടെ ഉണ്ടാവില്ല, 3000 രൂപയുടെ ആയിരിക്കും. 3000 രൂപ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 3900 കിട്ടുന്നു. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ടാസ്ക് പറയുന്നു. അത് 600 രൂപ സെയിം ആയിട്ട് ഒരു 4000 സംതിങ് രൂപയായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരുന്നു. ഇത്രയും ചെയ്യണ സമയത്ത് എല്ലാ ആൾക്കാരും വിചാരിക്കും വേലേ സംഭവം അടിപൊളിയാണ്, പണിയെടുക്കാണ്ട് ജീവിക്കാം, ദൈവം നമ്മളെ കാത്തു എന്നൊക്കെ ഒരു മനസ്സിലേക്ക് ഒരു തോന്നലൊക്കെ വരും. ഈ പൈസ ഇല്ലാത്ത സമയത്തായിരിക്കും ഈ ആൾക്കാരൊക്കെ ഇത്രയും ടാസ്കിൽ കയറിയിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി കടന്നു വരുന്നതാണ്. അവസാനം വീണ്ടും നോക്കുന്നു 3000 രൂപ ടാസ്ക്, അതാണ് ബേസ് ആയിട്ടുള്ള ടാസ്ക്. അത് വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ എല്ലാം പേ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു VIP സെക്ഷനിലേക്ക് നമ്മളെ കൊണ്ട് ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിൽ നമ്മളെപ്പോലെ ഒരു 4-5 പേര് ആൾക്കാരുണ്ടാവും. പല ഭാഷ സംസാരിക്കണ പല വ്യക്തികൾ അവയിൽ ഉണ്ടാവും. അതിലേക്ക് നമ്മളെയും കൊണ്ടുപോയി അങ്ങോട്ട് ഇടും. ഈ ലോഡ് ഇറക്കണ പോലെ അവിടെ കൊണ്ട് ഇറക്കി വിടും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം
വീണ്ടും നമുക്കിപ്പോൾ ഒരു ടാസ്കിന് 200 രൂപയാണ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 300 ആവാമായിരിക്കാം. ഈ 2-3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 300 രൂപയാവും. നിങ്ങൾ VIP മെമ്പർ ആയിട്ടുണ്ടാവും എന്നൊക്കെ പറയും. പിറ്റേ ദിവസം വീണ്ടും ഇതേമാതിരി 300 രൂപയ്ക്ക് ടാസ്ക് നമ്മൾ ചെയ്യുന്നു. അപ്പോഴും പറയും ഈ പേ ടാസ്ക് നിങ്ങൾ വീണ്ടും കംപ്ലീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ എല്ലാ എമൗണ്ടും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നവർ പറയും. അപ്പോൾ നമ്മൾ വീണ്ടും 3000 രൂപയുടെ ടാസ്ക് നമ്മൾ കൊടുക്കുന്നു. കാരണം ഇത്ര ലാഭം കിട്ടിയതാണല്ലോ. അപ്പോൾ 3000 പോയാലും കുഴപ്പമില്ല, നമുക്ക് ആ പൈസ കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും വീണ്ടും അവർ നമ്മളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അവർ പറയും 3 മിനിറ്റിൽ അപ്പ് കൊടുക്കാനായിരിക്കും പറയുക. കഴിഞ്ഞു പോയ 2 ടാസ്കിൽ ഡൗൺ കൊടുക്കാനായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ഒരു കോൺഫിഡൻസ് കൂടിയിട്ട് അത് ഡൗൺ കൊടുക്കാനായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ട് നേരെ ഡൗൺ കൊടുക്കുമ്പോൾ പൈസ എല്ലാം പോയി. അടുത്ത റിപ്ലൈ തരണം, നിങ്ങൾ തെറ്റായ കാര്യമാണ് ചൂസ് ചെയ്തത്, ഞാൻ നിങ്ങളുടെ അടുത്ത് അപ്പ് കൊടുക്കാനാണ് പറഞ്ഞത്, നിങ്ങൾ ആരുടെ അടുത്ത് ഡൗൺ കൊടുക്കാൻ പറഞ്ഞു എന്നൊക്കെ പറയും. അത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തെറ്റുപറ്റി, അപ്പോൾ ഇനി എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറ്റില്ല, നിങ്ങളിപ്പോൾ ഇത്ര പൈസ അടയ്ക്കണം എന്നൊക്കെ പറയും. ഇനിയിപ്പോൾ അതല്ല, ആ ട്രെയിനർ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതെന്നെ കൊടുത്തു കഴിഞ്ഞാലും അപ്പോൾ ആ ട്രെയിനർ പറയണ അപ്പ് കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വീണ്ടും അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു ടാസ്ക് നമുക്ക് തരും. ആ ടാസ്കിൽ 600 രൂപയുടെ ഓപ്ഷനേ അവിടെ ഉണ്ടാവില്ല. 10, 20, 1 ലക്ഷം അങ്ങനെയൊക്കെ ആയിരിക്കും എമൗണ്ട്. അപ്പോൾ ആ ടാസ്കിനുള്ള എമൗണ്ട് എടുക്കാൻ നമ്മുടെ അടുത്ത് ഉണ്ടാവുക. ഇത് ഉണ്ടാവില്ല. ഇത് ശരിയാക്കിയ വ്യക്തികൾക്കാണ്. നേരമായിട്ട് ശരിയാക്കാത്ത പോയ വ്യക്തികൾ ഉണ്ടാവുമല്ലോ, അവർക്കും ഇതേമാതിരി ഒരു ടാസ്ക് ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങൾ പല ആൾക്കാർക്ക് സംസാരിച്ചു. അപ്പോൾ നിങ്ങൾക്കൊരു കിഴിവുണ്ട്, ഇനി വേറെ ടാസ്കിൽ ഇത്ര രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൂടി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരാം എന്ന് പറയും. അതായത് തെറ്റായി ട്രേഡ് ചെയ്ത ആൾക്കാർ, ഇതിപ്പോൾ അപ്പ് കൊടുക്കാൻ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ഡൗൺ കൊടുത്തിട്ടുണ്ടാവും, ശ്രദ്ധിക്കേണ്ട അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇങ്ങനെ ഒരു ഓഫറും കൊണ്ട് വരും. അപ്പോൾ കയ്യിലുള്ള പൈസ മുടക്കി, ഇപ്പോൾ കിട്ടിയവരായാലും കിട്ടാത്തവരായാലും, അതായത് അവർ പറഞ്ഞ ആ ട്രെയിനർ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത ആൾക്കാരും ചെയ്യാത്ത ആൾക്കാർക്കും മെയിനായിട്ടുള്ള ഒരേ പരിഗണനയാണ്. നമ്മളിപ്പോൾ അവർ രണ്ടാമത്തെ ടാസ്കിൽ പറഞ്ഞ എമൗണ്ട് ഇപ്പോൾ 30,000 ആണെങ്കിൽ 30,000 അവരിൽ നിന്നൊക്കെ കടം വാങ്ങിയിട്ട് നമ്മൾ ഇതിൽ ടാസ്ക് ചെയ്യാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീണ്ടും പറയും ഞങ്ങൾക്ക് GST ചാർജ് എത്ര രൂപ വേണം എന്ന് പറയും. അപ്പോൾ നമ്മൾ വീണ്ടും കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരു ചാർജ് പറയും, അത് നമ്മൾ വീണ്ടും കൊടുക്കേണ്ടി വരും. അപ്പോൾ അവസാനം ഈ പൈസേനെ ഒരുപാട് കൂടിയിട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് തോന്നും ഇതൊരു തട്ടിപ്പാണെന്ന്. ഇപ്പോൾ നേരെ മറിച്ച് ഈ ട്രെയിനർ പറഞ്ഞിട്ട് കേൾക്കാതെ പോയ വ്യക്തികൾ, അതായത് അപ്പ് കൊടുക്കാൻ പറഞ്ഞിട്ട് ചിലപ്പോൾ ഡൗൺലോഡ് കൊടുത്ത വ്യക്തികൾക്ക് ചിലപ്പോൾ നിങ്ങൾ തെറ്റുപറ്റി ഞങ്ങളൊരു കിഴിവ് തരാം, 30,000 രൂപ നിങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്ന പൈസ എല്ലാം കൂടി റെഡിയാക്കി തരാം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ അവരിൽ നിന്നൊക്കെ കടം വാങ്ങിയിട്ട് 30,000 40,000 അവർ ചോദിച്ച എമൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ട്രെയിനർ എന്താണോ പറഞ്ഞത് അതേപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പറയാണ് നിങ്ങൾ തെറ്റായിട്ടാണ് ചെയ്തത്, അപ്പോൾ നിങ്ങളുടെ സർവർ നിങ്ങൾ ഡൗൺ ചെയ്തു, ഭയങ്കര കേടുവരുത്തി, അപ്പോൾ അത് കാരണം നിങ്ങൾ ഇത്ര രൂപ കൂടി അടയ്ക്കണം, എന്നാലേ നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള എമൗണ്ട് കിട്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ ഈ ഒരു എമൗണ്ടൊക്കെ തരണതിന് ഒരു സമയത്ത് നമുക്ക് വിശ്വസിപ്പിക്കാൻ രീതിയിൽ അവർ കുറേ പ്രൂഫും കാര്യങ്ങളൊക്കെ തരും. ഒരു PDF ഫയൽ പോലെ കുറേ ഗവൺമെൻറ്റിൻ്റെ അവിടെ നിന്ന് ഇവിടത്തേക്ക് ഒരു മുദ്രയൊക്കെ പതിപ്പിച്ചിട്ട് ഒപ്പം കിട്ടുക സൈനൊക്കെ നമുക്ക് തരും. അത് സ്കാൻ ചെയ്തിട്ട് ഗൂഗിൾ ലെൻസിൽ കൊണ്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം നിലവിലില്ല എന്ന് അവർ കാണിക്കും. അപ്പോൾ ആ ഒരു നിലപാടായിരിക്കും അങ്ങനെ. അപ്പോൾ നമ്മളിപ്പോൾ എത്ര ശരിയായിട്ട് ചെയ്താലും തെറ്റായിട്ട് ചെയ്താലും ഇപ്പോൾ 2 പ്രാവശ്യം നമ്മൾ പെയ്ഡ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടി, 3ാമത്തെ പ്രാവശ്യം നമ്മൾ വിശ്വസിച്ചിട്ട് വീണ്ടും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത്. എത്ര പൈസയും നമുക്ക് കിട്ടില്ല, നമ്മുടെ കയ്യിൽ നിന്ന് അവരിങ്ങനെ പൈസ വാങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വാങ്ങിയിട്ട് കുറേ ആൾക്കാരുടെ പൈസ പോയിട്ടുണ്ട്. അതായത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ചേച്ചിമാരായാലും ബാക്കിയുള്ള വ്യക്തികളൊക്കെ ഇത്തരം മെസ്സേജ് വരുമ്പോൾ എന്തെങ്കിലും പൈസ കിട്ടുമല്ലേ എന്ന് കരുതിയിട്ട് അവർ ഈ ഒരു സ്കാമിൽ ചെന്നുപെടും, അവരുടെ കയ്യിൽ പൈസയൊക്കെ പോവും. അങ്ങനെ കുറേ ആൾക്കാരുടെ ലക്ഷക്കണക്കിന് രൂപ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ടെലിഗ്രാം വഴി നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കണ ഒരു കൂട്ടം ആൾക്കാർ ഒരു ട്രെൻഡിങ് ആയിട്ട് ഈ തൊഴിലിങ്ങനെ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഴയ ചാനലിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചാനൽ സുപ്രഭാത നിമിഷത്തിൽ ഡിലീറ്റായി പോയത് കാരണമാണ് ഈ ഒരു ചാനലിൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ ഇത്തരം മെസ്സേജും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒരിക്കലും ജെന്യുവനായിട്ടുള്ളൊരു കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചിട്ട് മെസ്സേജ് ഒരിക്കലും വരില്ല. അത് നിങ്ങൾ ആദ്യം ആലോചിക്കണം. ഇതേമാതിരി തട്ടിപ്പായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് മാത്രമാണ് ഇത്തരം മെസ്സേജുകൾ വരുന്നത്. പിന്നെ കുറേ ആൾക്കാർ ഇത് തട്ടിപ്പാണെന്ന് അറിഞ്ഞിട്ടും മാക്സിമം അവരെ കൊണ്ട് എത്ര പിഴിയാൻ പറ്റുന്നോ അത്രയും പിഴിഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോണ കുറേ വ്യക്തികളുണ്ട്. എൻ്റെ കുറേ കമൻറ്റ് ബോക്സിലും ഇതേമാതിരിയൊക്കെ വന്നിട്ടുണ്ട്. അവർ ചെയ്യണത് കുറേ കാര്യങ്ങളൊക്കെ ശരിയായിക്കോട്ടെ, നമ്മളെ പറ്റി ജീവിക്കണ വ്യക്തികളിൽ നിന്ന് നമ്മൾ തിരിച്ച് പറ്റിക്കുന്നു.
അതൊരു സംഭവം, അതൊരു കഴിവായിട്ട് നമുക്ക് വിചാരിക്കാം. പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഒരു 2 കോടി രൂപ ഇത്തരം സ്കാമിൽ പെട്ട് നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഞാൻ കേസ് കൊടുക്കണം. ഞാൻ ഭയങ്കര ഇതായിട്ട് കേസ് കൊടുക്കണം. അത്ര എനിക്ക് അത് ആവാണ്, എത്ര പൈസ ചിലവായാലും കുഴപ്പമില്ല, എൻ്റെ 2 കോടി പിടിക്കാൻ 30 കോടി ചിലവാക്കിയാലും എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കേസിന് പോയി കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു എമൗണ്ട് എത്ര പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നോ അവരുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഫ്രീസ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്കും ഇത്തരം ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത്തരം എമൗണ്ട് ഫ്രീസായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്കിൽ നിന്നൊരു ചോദ്യം, ഇല്ലെങ്കിൽ അന്വേഷിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥന്മാർ ആരാണോ അവരുടെ കയ്യിൽ നിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അവരെ പറ്റിച്ച് ജീവിച്ചാലും അവർ നമ്മളെ പറ്റിച്ച് ജീവിച്ചാലും നമുക്കൊരു പണി അവിടെ ഉണ്ട്, അത് ഡയറക്റ്റായിട്ട് വരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ പൈസ പറഞ്ഞത് ഒരു അമൂല്യമായ ഒരു വസ്തുവാണ്. കുറേ ആൾക്കാർക്ക് വിചാരിച്ചിട്ടുണ്ടാവും പൈസ പോയാൽ പോട്ടെ, അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടുന്ന് വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ 1 ലക്ഷം രൂപ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അതിനൊരു കഷ്ടപ്പാടുണ്ട്. ആ ഒരു കഷ്ടപ്പാട് നമ്മൾ വീണ്ടും ചെയ്യണം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു പൈസയുടെ വില നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് കാരണം കൊണ്ട് പാവപ്പെട്ട വ്യക്തികൾക്ക് കൊടുത്താലും ഇത്തരം പറ്റിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് പൈസ കൊടുക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. മാക്സിമം ഇത്തരം മെസ്സേജൊക്കെ വന്നു കഴിഞ്ഞാൽ യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങളെ ChatGPT ഉണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ ലെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഇത്തരം ആപ്ലിക്കേഷനിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഇത് റിയലാണോ ഫേക്കാണോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്താൻ ശ്രമിക്കുക. പിന്നെ ഇത്തരം പോയ പൈസ കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇത്തരം പൈസകൾ നമ്മൾ ഇപ്പോൾ സൈബർ സെല്ലിൽ കേസ് കൊടുത്താലടക്കം നമുക്ക് കിട്ടാൻ 10% ചാൻസ് ഉള്ളൂ, 90% ചാൻസ് ഇല്ല എന്ന് വേണം നമുക്ക് പറയാൻ. പക്ഷേ വേറൊരു കാര്യം, അതും പറഞ്ഞിട്ട് കിട്ടില്ല എന്ന് കരുതിയിട്ട് നമ്മൾ കേസ് കൊടുക്കാതെ ഇരിക്കരുത്. എല്ലാ വ്യക്തികളും അത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് എൻ്റെ ഏട്ടൻ്റെ ഫോൺ പോയി, 25,000 രൂപയുടെ ഫോണാണ് ആരോ തട്ടിക്കൊണ്ട് പോയി. അപ്പോൾ ഞാൻ പോയി കേസ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ 25,000 രൂപയുടെ ഫോണുണ്ടാ, അത് കുഴപ്പമില്ല, നമുക്ക് വേറെ വാങ്ങാം എന്നൊരു ചിന്ത എല്ലാവരും മനസ്സിലുണ്ടാവും. അത് മാറ്റി എല്ലാവരും കേസ് കൊടുക്കാൻ ശ്രമിക്കുക. എനിക്കിതേമാതിരി 2 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ ഫയൽ ചെയ്ത് വയ്ക്കുക. ചിലപ്പോൾ വരും കാലത്ത് ഉപകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഇവിടെ നിർത്താൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കണം. കുറച്ച് കുറേ പറയാനുള്ള കാരണം കൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. അപ്പോൾ ഇതുവരെ കണ്ട വ്യക്തികൾ എന്തായാലും നന്ദി എല്ലാവർക്കും. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.